ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഫെബ്രുവരി മാസം കൊണ്ടുവരുന്നത്. ഈ ഒരു ഫെബ്രുവരി 2024 നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ്സോ സർപ്രൈസസോ ചേഞ്ചസോ തരുന്നുണ്ടോ എങ്കിൽ അത് എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ 2 പൈലാണ് വെച്ചിട്ടുള്ളത്. 2 കാർഡും നെഗറ്റീവ് ആണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അതെന്താണെന്ന് അറിയില്ല, നമുക്കത് റീഡിങ്ങിലൂടെ മനസ്സിലാവും. ഈ പൈൽ പോലെ ഞാൻ ഷഫിൾ ചെയ്ത് വെക്കുന്നതാണ്, ചുമ്മാ ഒരു കാർഡ് വെക്കുന്നതല്ല. സോ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസത്തിലെ ഏഞ്ചൽസിന്റെ റീഡിങ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഏഞ്ചൽസ് എന്തൊക്കെയാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ പൈൽ സെലക്ഷൻ ചെയ്യുക. അതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ടെററ്റ് റീഡിംഗ്, മോട്ടിവേഷൻ ആൻഡ് ക്രിസ്റ്റൽ ഹീലിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫർദർ മോർ പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ ക്രിസ്റ്റൽ സജഷൻസോ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയാണ്, അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതിനെ കുറിച്ചാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള കൺട്രോൾ എന്ന കാർഡാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്സ്, എന്തൊക്കെയാണ് ഏഞ്ചൽസ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ് ഫെബ്രുവരി മന്ത് ഫോർ ഫൈൽ നമ്പർ 1. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ് ഫെബ്രുവരി മന്ത് ഫോർ ഫൈൽ നമ്പർ 1. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ് ഫെബ്രുവരി മന്ത് ഫോർ ഫൈൽ നമ്പർ 1. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ്. ഓക്കെ, the outsider. Please guide us. Adventure, integration. Okay, integration, playfulness. Okay, rebirth, letting go. Okay, innocence, new vision, nice, possibilities. Okay, bottom of the deck, the master. Okay, എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ നല്ലതായിരിക്കാം. ബിക്കോസ് ടു ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള നമ്പർ. ബിക്കോസ് മേ ബി നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ 2 ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് 2 അങ്ങനത്തെ റിപ്പീറ്റഡ് നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ 3 2 അങ്ങനെ കാണുന്നുണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ 1 അങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കും, അല്ലെ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന വെച്ചാല് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതായത് നിങ്ങളിപ്പോ അകത്ത് നിന്നാലും അപ്പുറത്ത് നടക്കുന്ന സംഭവം എന്താണ് എന്ന നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നൊരു അഡ്വെഞ്ചറായി തോന്നുമെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ നല്ലതാണ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഡെസിഷൻ എടുക്കണമെങ്കിൽ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണ് തരുന്നത്. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ബ്രൈറ്റ് ആണ്, നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് കറക്റ്റ് ആണ്. അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം എന്താണ്, ഇപ്പൊ നിങ്ങൾ മാരേജിന് വേണ്ടിയിട്ടോ സംഭവം എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കരിയറിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ മുന്നിൽ റിസ്ക് എടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കുക. അത് നിങ്ങൾക്ക് ഒരു നഷ്ടവും ആകത്തില്ല. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത്രത്തോളം ബ്രൈറ്റ് ആണ് എന്നാണ് പൈൽ നമ്പർ 1 പറയുന്നത്. ശരിയായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രീഡം ലോസ് ആയിട്ടുണ്ടാവാം. നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ ടൈപ്പ് ആയപ്പോൾ നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ഫ്രീഡത്തിന് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ
ലൈഫിലെ ആ ഒരു പ്ലേഫുൾനെസ്സിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ സോൾ എന്താണോ വിഷ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നും ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ യിങ് യാങ് എനർജി ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലി ബാലൻസ് ചെയ്യാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നിങ്ങൾ എഫേർട്ട് എടുക്കുക. ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ട സമയമാണ്. ഈ ഒരു മാസം നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം തരും. ബിക്കോസ് ഫെബ്രുവരി മാസത്തില് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾ റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ആ ഒരു റിസ്ക് ആണ് ഭാവിയിൽ നിങ്ങൾ നേട്ടം കൊയ്യാൻ പോകുന്നത്. ആൻഡ് ഈവൻ നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 2 വർഷം എടുത്ത് ഈ വില വരുന്ന, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് പ്രോഗ്രസ് കിട്ടുന്ന പ്രോഡക്ട്സിൽ വർക്ക് ചെയ്യുക. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്ന രീതിയിലുള്ള പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് ഇപ്പോഴേ വർക്ക് ചെയ്യുക. ബിക്കോസ് ഈ ഒരു ഫെബ്രുവരി മന്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ന്യൂ ഐഡിയാസ് ഉണ്ടാകുന്നത്. ആൻഡ് റിലേഷൻഷിപ്പ് ആണ്, സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂ കണക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും പല കണക്ഷനിലും നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരും. പക്ഷെ ഈ ഒരു ഫെബ്രുവരി മന്തിൽ നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഈവൻ മാരേജോ അല്ലെങ്കിൽ പല പാർട്ട്ണർഷിപ്പുകളിൽ പെട്ട് നിങ്ങൾ സ്പോയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ വെറുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. അതായത് ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങൾക്ക് ഡിവോഴ്സ് ആണ് വേണമെന്നാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മതി, നോട്ട് യെറ്റ്, ഇനി എനിക്ക് അങ്ങോട്ട് സഫർ ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ബിക്കോസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ യൂണിവേഴ്സിന്റെ മെസ്സേജ് ഉണ്ട്. ഏഞ്ചൽസ് ആണ് അത്ര ഇൻറ്റ്യൂഷൻസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് ഇടുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ പല കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഓക്കെ. ലുക്ക്, ഈ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും അങ്ങനെ വിട്ടുകളയുക എന്നതല്ല. ഓക്കെ, ഈ ഒരു ഇന്നസെൻസ് കാർഡ് എന്ന് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ സറണ്ടർ ചെയ്യുക. കാരണം നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മളെ വളർത്തി വലുതാക്കിയതിനു ശേഷം അവസാനം അവരുടെ വാർദ്ധക്യത്തിൽ അവർ സറണ്ടർ ചെയ്യുന്നു, അല്ലെ, എന്നിട്ട് നേച്ചറുമായിട്ട് ഇടപഴകി ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. ദാറ്റ്സ് ഹൗ മനുഷ്യന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതുപോലെ ആ ഒരു കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാകും, നിങ്ങൾ എന്താണ് വിഷ് ചെയ്യുന്നത് അത് നിങ്ങൾ ആത്മാർത്ഥമായി വിഷ് ചെയ്യുക. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ വർക്ക് ചെയ്യുക, എന്നിട്ട് സറണ്ടർ ചെയ്യുക. ഈ സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ മൊത്തം നിങ്ങളങ്ങ് കളഞ്ഞിട്ട് അതിന് എഫേർട്ട് എടുക്കാതിരിക്കൂ എന്നതല്ല, അല്ലെങ്കിൽ വാട്ട് ഇസ് സറണ്ടർ. അതായത് നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യത്തിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ റിസ്ക് എടുക്കൂ. പക്ഷെ എപ്പോഴാണ് അതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കൂ. അതിന്റെ ഡിസിഷൻ എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കാതിരിക്കൂ. കാരണം ആ ഒരു പ്രോസസ്സ്, അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ അതിന് അനുയോജ്യമായിട്ടുള്ളത് അപ്പൊ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ വിഷൻസിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങളുടെ പോസിറ്റിവിറ്റിയിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ എപ്പോ മാസ്റ്റർ ആകണം വേണ്ടയോ എന്നത് യൂണിവേഴ്സ് തീരുമാനിച്ചുകൊള്ളും. സോ സറണ്ടർ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും, ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ, പാർട്ട്ണർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഒരു 2 വർഷത്തേക്ക് നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടുമെന്നതാണ് കാണിക്കുന്നത്, എക്സ്പെഷ്യലി ഇൻ യുവർ കരിയർ. ആൻഡ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു ഡെസിഷൻ എടുക്കേണ്ടി വരും. ആ ഒരു ഡെസിഷൻ നിങ്ങളുടെ ലൈഫ് ആകെ മാറ്റിമറിക്കും. പക്ഷെ ആ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് വളരെയധികം റിസ്കിയാണ് എന്ന് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മനോധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് എടുക്കാൻ സാധിക്കുക. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള നല്ല ഇൻറ്റ്യൂഷൻ ഉള്ള വ്യക്തികൾ മാത്രം ഇങ്ങനത്തെ സ്റ്റെപ്പ് എടുക്കുക. കാരണം നിങ്ങൾ സ്പിരിച്വലി അല്ല, ജസ്റ്റ് ഇതിൽ എൻട്രി ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇതാ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ തെറ്റായി. ഞാൻ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്താണ് പറഞ്ഞത്. അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിസ്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുടെ അടുത്ത് നിന്ന് ഗൈഡൻസോ അല്ലെങ്കിൽ റീഡിങ്ങോ എടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് ഡിസിഷൻ എടുക്കുക. അല്ല, നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, നിങ്ങൾ കണ്ടിന്യൂസ്ലി മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയുള്ളവർക്ക് റീഡിങ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ബിക്കോസ് ഇൻറ്റ്യൂഷൻ ഒത്തിരി നിങ്ങളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒത്തിരി നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഉണ്ടെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് ആണ് എന്നും മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ വിഷൻസ് ഉണ്ട്, എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ട്രൈ ചെയ്യാം. നോട്ട് ഇറ്റ് നിങ്ങൾ കൺഫേംഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീഡറിനെയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അസ്ട്രോളജറിനെ എനിക്ക് സമീപിച്ചിട്ട് നിങ്ങളുടെ കാര്യം ശരിയാണോ, ഓക്കെ ആണോ, പ്രോഫിറ്റബിൾ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ്. ഈവൻ മാരേജ് ഡിസിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ എന്ന് പറയുകയാണെങ്കിൽ യു കൻ ഗോ ഫോർ ഇറ്റ്. ഇപ്പൊ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ഒരാളുടെ സഹായം തേടുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു റിസ്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് ലോങ് നിങ്ങൾക്ക് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ലവ് ലൈഫിൽ നമ്മൾ അല്ലാതെ തന്നെ ഒത്തിരി റീഡിങ്സ് ചെയ്യുന്നുണ്ട്, അത്ര ഇതായിട്ട് ഞാൻ പറയുന്നില്ല. കരിയർ ആണ് മെയിൻലി ഇമ്പോർട്ടൻസ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കരിയർ വൈസ് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ റിസ്ക് എടുക്കുക. ആൻഡ് ഓൾസോ നമുക്ക് ഹെൽത്തും കൂടി നോക്കാം. ഹെൽത്തിൽ നിങ്ങൾ വെൽ ബാലൻസ്ഡ് ആയിരിക്കും ഒരു ഫെബ്രുവരി മാസം. ആൻഡ് ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെയും പോസിറ്റീവ് മൈൻഡിലൂടെയും മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കി വെച്ച് ലെറ്റ് ഗോ ആവുക. നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും. ഹെൽത്തിൽ നിങ്ങൾ അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷെ അവെയർ ആയിട്ടിരിക്കുക, എന്ത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, എന്ത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ്. ഇതിനകത്തുള്ള മൊത്തമായിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, വാട്ട് എവർ ദ സിറ്റുവേഷൻസ്, ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങൾ പല കാര്യത്തിലും റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും കിട്ടുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. അല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു സെക്കൻഡ് തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അത് ഓർത്തുകൊണ്ടിരുന്ന സമയം നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഏഞ്ചൽസ് ഇരുന്ന് സംസാരിച്ചതായിരിക്കും എന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു ഫെബ്രുവരി മാസം ഇൻറ്റ്യൂഷന്റെ മന്ത് ആണ്. ആൻഡ് ഈ ഒരു മാസം പൈൽ നമ്പർ 1 നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതായിരുന്നു എനിക്ക് വേണ്ടിയുള്ള ചെറിയ റീഡിങ്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത പൈലിൽ കാണാം. ബൈ ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് ഫെബ്രുവരിയിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡൻസ് പൈൽ നമ്പർ 2, ഫെബ്രുവരി ബ്ലെസ്സിംഗ്സ് ആൻഡ് മെസ്സേജസ്, ഗൈഡൻസ് ഫോർ ദം. പ്ലീസ് ഗൈഡൻസ് ഫെബ്രുവരി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫൈറ്റ് ചെയ്യുകയാണോ, ബുദ്ധിമുട്ടാണോ, അതോ നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണോ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒന്നിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കണ്ടോ, പല വ്യക്തികളും എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കുക. ഹാർട്ട് ചക്ര ക്ലെൻസ് ആയില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കൂല. ഓക്കെ, എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന മിക്ക ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ഡിറ്റാച്ച് ആവണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ വേണം, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണോ, അതുപോലെ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ഡിറ്റാച്ച് ആവണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളെ സ്നേഹിക്കണോ, ഇങ്ങനെയൊക്കെ എന്ത് കാര്യം വന്നാലും യു മസ്റ്റ് ക്ലെൻസ് ഹാർട്ട് ചക്ര. ഇല്ലാതെ ഒരു രക്ഷയുമില്ല. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കഷ്ടതകൾ കൂടി കടന്നു പോവാണ്. നിങ്ങൾ എന്തൊക്കെയോ കാർമിക് കംപ്ലീഷൻ ഈ ഒരു ഫെബ്രുവരിയിൽ ചെയ്യുകയാണ്. ആൻഡ് നിങ്ങളുടെ ഒരു കാർമിക് കംപ്ലീഷൻ എൻഡ് ആവുകയാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ബിക്കോസ് എനിക്ക് ഇതിനകത്ത് ഒത്തിരി കാർഡ്സ് എടുക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഒത്തിരി മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടും അതിനൊന്നും ഒരു കൈൻഡ് ഓഫ് അർത്ഥമില്ലാത്ത പോലെയാണ്. അതായത് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ കാർമിക് സൈക്കിൾ ആയിരിക്കും. ആ ഒരു കാർമിക് കംപ്ലീഷൻ പലവർക്കും ഫെബ്രുവരിയോട് കൂടി കംപ്ലീറ്റ് ആവുകയാണ്, എൻഡ് ആവുകയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പെർമനന്റ് പൊസിഷൻ വിത്ത് ഹയർ സാലറി അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ചെയ്യുമ്പോഴെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട്, ഇപ്പൊ
വിട്ടുമാറാത്ത അസുഖം നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് അതിനുവേണ്ടി ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ പല ആൾക്കാർക്കും ഹെൽത്ത് റിലേറ്റഡ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആകുന്ന മാസമാണ് ഒരു ഫെബ്രുവരി, അല്ലെങ്കിൽ ഹെൽത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം മേ ബി നിങ്ങൾ വല്ല ഓപ്പറേഷനും കഴിഞ്ഞിട്ട് കിടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് പരമായ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷെ അത് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടും വേദനയും അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അത് ഓക്കെ ആയിക്കോളും. ബിക്കോസ് ഒരു ഫെബ്രുവരി മാസത്തോട് നിങ്ങളുടെ ഒരു വലിയൊരു ദൗത്യം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യം കംപ്ലീറ്റ് ആവുകയാണ് എന്നതാണ് കാണുന്നത്. നിങ്ങൾ കരിയറിനെ കുറിച്ച് കൺസേൺ ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫെബ്രുവരി എൻഡ് കൂടി നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. കാരണം മെന്റലി നിങ്ങൾ പലപ്പോഴും ഡിപ്രസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഫിസിക്കലി നമ്മൾ ഓക്കെ ആണെങ്കിലും മെന്റലി നമ്മൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ നമുക്ക് ഫിസിക്കലി ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ സിംഗിൾസ് ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു ട്രൂ ലവ് നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ വെൽത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഫിനാൻസിൽ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിക്കവറി ആകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈവൻ പല ആൾക്കാർക്കും തങ്ങളുടെ ഡെസിഷൻസ് ഫേവറബിൾ ആക്കാൻ പറ്റും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. എനിക്കറിയാം 2021 തൊട്ട് ചിലപ്പോൾ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു 2024 നിങ്ങൾക്ക് അത് എൻഡ് ആക്കാൻ സാധിക്കും. നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് സൈക്കിൾ, മിക്ക കാർമിക് സൈക്കിൾസും എൻ്റെ അഭിപ്രായത്തിൽ 4 വർഷമാണ്. ഓരോ ആൾക്കാർക്കും ഡിഫർ ചെയ്യും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 വർഷ കാർമിക് സൈക്കിൾസ് ആണ് മിക്കവാറും വരുന്നതെന്നാണ് എനിക്കറിയാവുന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു 4 years നമ്മൾ കഷ്ടപ്പെടുമായിരിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആവും. പിന്നെ വീണ്ടും ഒരു 4 years നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികളുടെ ലൈഫിലും ഇങ്ങനെ ഓരോ റിതം അനുസരിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് 4 ഇയർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം 4 year നമ്മളൊരു കാര്യത്തിനെ സഫർ ചെയ്യുന്നുണ്ട്, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് റിക്കവറി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മാസമായിരിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, ഓരോ ആൾക്കാർക്കും ഓരോ സൈക്കിളാണ്. നിങ്ങളുടെ ജീവിതം ടഫാണ് അറിയാം, നിങ്ങൾ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കും, അത് അതിലും ടഫാണ് എന്നറിയാം. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു, പല കാര്യങ്ങളും നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോവുകയാണ്. നിങ്ങളുടെ പ്രൊഫഷണലിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഹൗ മച്ച് എത്രത്തോളം നമ്മൾ കോംപ്രമൈസ് ചെയ്യുമോ അത്രത്തോളം നമുക്ക് ഇങ്ങോട്ട് വെല്ലുവിളികളും അടികളും കിട്ടുന്നതല്ലാണ്ട് പോസിറ്റിവിറ്റി ഒന്നും കിട്ടുന്നില്ല എന്ന ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഇല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം കടന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫെബ്രുവരി മാസം ഫേവറബിൾ ആകും. ബിക്കോസ് നിങ്ങളുടെ ഒരു ന്യൂ ജേർണി ബിഗിൻ ചെയ്യാൻ നിങ്ങളൊരു മെച്യൂർ വുമൺ ആയി മാറാണ്. അതായത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങളൊരു മെച്യൂർ വുമൺ, അതായത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരുടെ സഹായവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു സ്ത്രീ. ട്രൂലി ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോ മെയിലാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങളൊരു സ്ത്രീ, ഒരു മെച്യൂർ വുമൺ ആയി മാറാൻ പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ അനുഭവം കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് തട്ടിപ്പോയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ലക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫിലിം ചെയ്ത് ബിസിനസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, മുമ്പ് നിങ്ങൾ പാസ്റ്റിൽ അബണ്ടന്റ് ആയിരുന്നു, ഒരു ഇടക്കാലത്ത് നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസ് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു അബണ്ടൻസ് കിട്ടുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഡിസ്റ്റന്റ് ആയിപ്പോട്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഫെബ്രുവരി മന്ത് എന്ന് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല പല ഇംപെർഫെക്റ്റ് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറഞ്ഞാൽ തികച്ചും യാതൊരു കഴിവുമില്ലാത്ത വ്യക്തിയാണെന്ന് ആരൊക്കെ അഡ്മിറ്റ് ചെയ്താലും, നിങ്ങൾ എവിടെ പോയി തൊട്ടാലും, ഈവൻ നിങ്ങൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ഈവൻ നിങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും അത് പൊന്നു പോലെ ആയി മാറും. അതായത് തൊട്ടാൽ ഉടനെ തന്നെ സ്വർണ്ണമായി മാറുമെന്ന രീതിയിലുള്ള കൈൻഡ് ഓഫ് അപ്രോച്ചാണ് നിങ്ങളുടെ കൈകളിലുള്ളത്. പക്ഷെ നിങ്ങളത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നില്ല, മടിപിടിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പലപ്പോഴും നിങ്ങൾ പല കാര്യത്തിനും യൂണിവേഴ്സ് വന്ന് ചെയ്യട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതും കിട്ടാത്തത്. നോക്കൂ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റീസും കഴിവും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം എന്നതാണ്. ഈവൻ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, ആ ഒരു ജേർണി നിങ്ങൾക്ക് കട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് തന്നെ ആകും, ബിക്കോസ് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിലാണ് എന്ന് കാണിക്കുന്നുണ്ട്.
നിങ്ങളുടെ ഡ്രീം കൈൻഡ് ഓഫ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസം. റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈവൻ നിങ്ങൾക്ക് ആരെങ്കിലും സെപ്പറേറ്റ് ഡിവോഴ്സ് ആകണമെങ്കിൽ അതിനും നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ഡിവോഴ്സിന്റെ അലച്ചിൽ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ആ ഒരു ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി സെറ്റിൽ ഡൗൺ ആവാനുള്ള ആ ഒരു മനോധൈര്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ആൻഡ് സംഹൗ ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ, റൈറ്റ്? അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ അടിയിൽ ഉണ്ടായിരുന്നത് എക്സിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് വന്നത്, വാട്ട് ഇസ് യുവർ സോൾ പർപ്പസ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ജേർണി. ദ ഫുൾ കാർഡ്, യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ജേർണി. അതായത് നിങ്ങളൊരു പുതിയ ജേർണിയിലേക്ക് പോവുകയാണ് എന്നതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പൈൽ നമ്പർ 2 നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അത് മനസ്സിലാക്കുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. പോലെ തന്നെ നിങ്ങളെ ചതിച്ചു കൊണ്ടിരുന്ന 2 ഫേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യഥാർത്ഥ മുഖം റിവീൽ ആകും എന്ന് കാണിക്കുന്നുണ്ട്. പല രീതിയിലും നിങ്ങൾ പെയിനിലായിട്ടുണ്ട്. അത് നിങ്ങളുടെ കാർമിക് കംപ്ലീഷൻ ആണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ആ ഒരു കാർമിക് കംപ്ലീഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ വേദന ഉള്ളതായിരിക്കും. പക്ഷെ ആ ഒരു വേദന മാറിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നും അടുത്തിനി എന്താണ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്നും ഉള്ള ഒരു ട്രാൻസ്പെറൻസി ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുമെന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ കംബാക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കംബാക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു 2024 എവിടെ നിന്നായിരുന്നു നിങ്ങൾ നിന്നിരുന്നത് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഈവൻ അത് അബണ്ടൻസ് ആണെങ്കിൽ ആ ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തിനായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠമാണ് കിട്ടിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി, പ്ലസ് നിങ്ങളുടെ സോൾ പർപ്പസ്, പ്ലസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, പ്ലസ് നിങ്ങളുടെ കാർമിക് കംപ്ലീഷൻ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നടക്കാൻ പോവുകയാണ് എന്നതാണ്. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് 25-ാം തീയതിയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു വർഷത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആദ്യത്തെ ഫുൾ മൂൺ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും. ഇന്നൊരു ഫുൾ മൂൺ ഡേ ആണ്. സോ മറക്കരുത്, എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.